ജസ്റ്റ് ഇൻവോയ്സ് മാത്രമേ കിട്ടാതിരുന്നുള്ളൂ. ഇൻവോയ്സിന്റെ ക്ലാസ് മാത്രമേ അറ്റൻഡ് ചെയ്തില്ല. അതിന് മുന്നേ വർക്കിന് കയറി. പിന്നെ കയറിയപ്പോൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പഠിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു. ഇങ്ങനെ സാറും പിന്നെ ദുബായിത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആരും ഇല്ലായിരുന്നു പഠിപ്പിക്കാൻ. ഞങ്ങളെ പഠിപ്പിക്കേണ്ട ഒരാള് എന്തോ ഇഷ്യൂ കാരണം പോയി. അപ്പോ പിന്നെ സാറും പിന്നെ ദുബായിന് ആശാനൊക്കെ വിളിച്ചിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെ ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് മെയിൽ കാണുന്നത്. നിങ്ങളിപ്പോ മെയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ ലോഡിന്റെ ഫുൾ പ്രോസസ് വരുന്ന മെയിലാണ്. നമ്മൾ വി ആയിട്ടും പ്രിൻസിപ്പളായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന മെയിലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സിമ്പിളായി. നമുക്ക് മെയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വർക്ക് നമുക്ക് തീരുമാനിക്കാൻ പറ്റും എപ്പോഴാണ് വെസല് വരിക. പിന്നെ നമ്മളൊരു കണക്കൂട്ടൽ ഉണ്ടാവല്ലോ ഓരോ കാര്യങ്ങൾ. ഫസ്റ്റ് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ അത് ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇന്റേൺഷിപ്പിൽ നിന്ന് ലോഡിന്റെ അധികം അങ്ങനെ പഠിക്കുന്നില്ല. പ്ലാനിങ് ഒന്നും പഠിക്കുന്നില്ലല്ലോ. ജസ്റ്റ് BL അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് കാര്യം നല്ല സ്ട്രഗിളിങ് ആയിരുന്നു. പിന്നെ അത് ഓക്കെ വന്നു. നമ്മള് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് മെയിൻ കാര്യങ്ങൾ ഉണ്ട്. അല്ല, അപ്പോൾ ഇജാല് പറഞ്ഞല്ലോ ഇതൊന്നും നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്ട്രഗിൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ വിധത്തിലാണ് ആ സ്ട്രഗിൾ വന്നത്? ഏതൊക്കെ വിധത്തിലാണ് സ്ട്രഗിൾ നമ്മൾ ഓവർകം ചെയ്തത്? സ്ട്രഗിൾ വരുന്നത് ഈ പ്ലാനിങ്ങിലാണ് മെയിനായിട്ട്. നമ്മൾ മെയിൽ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ചെയ്യാം. പിന്നെ വെസലി എപ്പോഴും ഡിലേ വരാം, ചിലപ്പോൾ നേരത്തെ വരാം. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഷീറ്റൊക്കെ വെച്ച് അത് പ്രാക്ടീസ് ആയി വന്നാൽ സിമ്പിളാണ്. ഈ ഷീറ്റ് വെച്ചിട്ട് നമ്മള് ഓരോന്ന് ചെക്ക് ചെയ്ത് വന്നാൽ പിന്നെ സിമ്പിൾ ആയിട്ട് വരും. ഫസ്റ്റ് ടൈമേ ഉണ്ടാവും സ്ട്രഗിളിങ്. ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ വെസലിന്റെ കാര്യം. പിന്നെ നമുക്ക് വിയോ ഒക്കെ ആയിട്ട് അടുത്ത് വരുമ്പോ നമുക്ക് മനസ്സിലാവും ഏത് വിയാ ഡിലേ വരും എപ്പോഴും. അതൊക്കെ ലൈവായിട്ട് നമ്മൾ ഇരുന്നാലേ മനസ്സിലാവുള്ളൂ. കുറച്ച് ദിവസം ഇരുന്നാലേ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ചില വെസൽസിന്റെ എപ്പോഴും ഡിലേ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ആക്കും. പിന്നെ ഇന്റേൺഷിപ്പിന്ന് പഠിച്ച കാര്യങ്ങൾ തന്നെ വരിക. നമ്മുടെ ETA, ETB അതൊക്കെ കുറച്ച് ത്രൂ ആയിട്ട് വീലിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലേക്ക് പഠിച്ചു വരും. അപ്പോൾ ഇതിലൊരു കാര്യം പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇജാല് പറഞ്ഞു ഇപ്പോൾ വെസൽ ഓപ്പറേറ്റർ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം. അത് നമ്മളൊരു കോമൺ സെൻസ് ആണ്. അത് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മൾ സ്വയം നമ്മളുടെ ഓപ്പറേഷൻ പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ കൂടി നമ്മൾ പഠിച്ചു വരണം. അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നതാണ് ഇതാണല്ലോ എന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിലേക്ക് അപ്പോൾ വരണം. അത് കോമൺ സെൻസിൽ വർക്ക് ചെയ്യേണ്ടതാണ്. ആ കോമൺ സെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അകത്ത്. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ. ഓക്കെ കണ്ടിന്യൂ. പിന്നെ ഓരോ വെസൽ ഓപ്പറേറ്ററെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ചില വെസൽ ഓപ്പറേറ്റർ DG റിക്വസ്റ്റ് ഇട്ടാൽ സ്പോട്ടിൽ റീപ്ലൈ കിട്ടും. ചിലത് നമ്മളിങ്ങനെ റിമൈൻഡേഴ്സ് ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെ ഇത് പറഞ്ഞ പോലെ അവരുടെ ഇത് അത് നമുക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ. ബന്ധവാസൊക്കെ സിമ്പിൾ ആണ്. പിന്നെ പുറത്തോട്ടുള്ളതാണ് ഇഷ്യൂസ് വരിക DG ഒക്കെ ഇടുമ്പോൾ. ബന്ധവാസം നമ്മൾ വെസലൊന്നും ചൂസ് ചെയ്യണ്ട. ജസ്റ്റ് ആദ്യം അപ്രൂവൽ എടുത്തു നോക്കുക ഏത് വെസലാണോ വരുന്നത് അതിൽ വിട്ടുക. മറ്റേ പുറത്ത് അതർ സെക്ടേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ വെസലൊക്കെ കറക്റ്റ് വെച്ച് കൊടുക്കണം. ഇനി വെസൽ മാറുകയാണെങ്കിൽ അടുത്ത അപ്രൂവൽ കിട്ടണം. പിന്നെ നമ്മൾ വർക്കിന് കയറിയാൽ ഓരോന്ന് റെഡി ആയി വരിക. DGയുടെ കേസ് DG ലോഡ് ചെയ്യണതിന് അപ്രൂവൽ എടുക്കണം. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക്. DG വന്നിട്ടുണ്ടെങ്കിൽ ആ DG ക്ലാസ്സും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെസൽ ഓപ്പറേറ്റർക്ക് നമ്മൾ ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്. അത് കൊടുത്ത് MSDSും ഷെയർ ചെയ്ത് അപ്രൂവൽ എടുക്കണം സ്പേസിൻ്റെ. എല്ലാ വെസൽ ഓപ്പറേറ്റേഴ്സും അപ്രൂവ് ചെയ്യണമെന്നില്ല. അപ്പോൾ മൾട്ടിപ്പിൾ വെസൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ കൊടുക്കും. എന്നിട്ട് അപ്രൂവൽ ആദ്യം തരുന്നത് അവർക്ക് അതിലെ വേണ്ടി നമ്മൾ ലോഡ് ചെയ്യും. അതാണ്. ചില വെതറിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ചില വെതറിലാണ് ഇഷ്യൂസ് വരിക. ഈ ചൂടൊക്കെ ആയി വരുമ്പോൾ പിന്നെ ഫ്ലെക്സി റിക്വസ്റ്റ് ഇടുക. ഫ്ലെക്സി ഡേയ്സ് പറഞ്ഞില്ല. ഫ്ലെക്സി അറിയാലോ അല്ലേ എന്താന്ന്? ഫ്ലെക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫുട്ബോളിൻ്റെയൊക്കെ ബ്ലാഡർ ഇല്ലേ, അതുപോലത്തെ സാധനം നമ്മുടെ കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് കയറ്റും. ലിക്വിഡ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ക്യാരി ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ടെയ്നറിൽ. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ പറഞ്ഞ ബാഗ്സ്. ഫ്ലെക്സി ബാഗ്സ് എന്ന് പറയുക. അതിൻ്റെ അറ്റത്ത് നമ്മുടെ ഈ ടാങ്കറിൻ്റെ ബാക്കിലുള്ള പൈപ്പ് പോലെ അതിനകത്ത് പമ്പ് ചെയ്യാനുള്ളല്ലോ, അതുപോലെ ഇതിൻ്റെ ഭാഗത്തുണ്ടാവും. ആ രണ്ട് സാധനം വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ലിക്വിഡ് പമ്പ് ചെയ്യും. അതാണ് ഫ്ലെക്സി ബാഗ്സ്. അപ്പോൾ ഫ്ലെക്സി ബാഗ്സിൻ്റെ റിസ്ക് ഉണ്ട്. ഈ സാധനം ഉറഞ്ഞ് അല്ലെങ്കിൽ ആണി എന്തെങ്കിലും അങ്ങനെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ലീക്ക് വരും. അപ്പോൾ ഈ ഫ്ലെക്സി ബാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലെറ്റർ ഓഫ് ഇൻഡെമിനിറ്റി കൊടുക്കണം. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻഡെമിനിഫൈ ചെയ്യാണ് കാരിയർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്തോളാം എന്നുള്ളത്. അപ്പോൾ ലെറ്റർ ഓഫ് ഇൻഡെമിനിറ്റി കൊടുക്കണം. ഫ്ലെക്സിയുടെ അതുപോലെ പെർമിഷൻ എടുത്തിട്ട് വേണം ഫ്ലെക്സി ലോഡ് ചെയ്യാനായിട്ട്. അതാണ് ഫ്ലെക്സിയുടെ ഒരു പ്രത്യേകത. പിന്നെ ലെറ്റർ LOI എടുക്കുമ്പോൾ
ഫസ്റ്റ് നമ്മൾ പ്രിൻസിപ്പൾ ആയിട്ട് എടുക്കണല്ലോ. അത് കിട്ടി നമ്മൾ ദുബായ് ഓഫീസിൽ അത് കൊടുത്താലേ നമുക്ക് എല്ലോ തരും. അതായത് ഇത് നമ്മൾ പ്രിൻസിപ്പൽ ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടെയ്നറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് ആദ്യം തരേണ്ടത്. അതിന് അത് നമ്മൾ ബാക്കിംഗ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. നമ്മളാണ് വെസ്റ്റോപ്പേറ്റായിട്ട് ഡീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരു കൺഫർമേഷൻ, ഒരു ഇൻ്റർമീഡിയറ്റ് നമുക്ക് കിട്ടാണ്ട് നമുക്ക് നേരിട്ട് കൊണ്ട് വെസ്റ്റോപ്പേറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റോപ്പേറ്റ് നമുക്കായിരിക്കും ഫൈൻ അടിക്കുക അല്ലെങ്കിൽ ചാർജസ് ക്ലെയിം ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിന് പ്രിൻസിപ്പളിൻ്റെ അപ്രൂവൽ ആദ്യം നമ്മളെ ഉണ്ടാവണം. അപ്പോൾ നമ്മളത്തെ അടിക്കുകയാണെങ്കിൽ നമ്മൾ പ്രിൻസിപ്പളിന് ബാക്ക് ടു ബാക്ക് ബില്ല് ചെയ്യും. ഓക്കെ, അതിനുവേണ്ടിയാണ് പ്രിൻസിപ്പളിൻ്റെ എല്ലാവരും നമ്മൾ ആദ്യം മേടിച്ച് വെക്കുന്നത്. ഓക്കെ, പിന്നെ ക്ലാസ് 8 DG. ആ പക്ഷെ അതിനെന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. ആണോ? സർക്കുലർ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്ന ട്രാൻസ്മെന്റ് 15 days ആണ്. ആക്കിയോ? ആ ശരി. കൺഫേം ചേച്ചിന്റെ പറഞ്ഞ ആരടുത്ത് പറയാൻ നിൽക്കണ്ട. നമ്മള് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അത് ക്ലാസ് 8 ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ക്ലാസ് 8 കാർഗോ ദുബായ് പോർട്ടിൽ. അപ്പോൾ ക്ലാസ് 8 നോർമലി 3 days എത്ര 4 daysനുള്ളിൽ വിടുമായിരുന്നു. നമ്മളത് പറയും ആദ്യമേ തന്നെ. ക്ലാസ് 8 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ട്. POയിൽ തന്നെ അഡ്വൈസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് പ്ലാനിങ് ചെയ്യും. പ്ലാനിങ് ചെയ്തിട്ട് അതിനുള്ള എല്ലാം പ്ലാൻ ചെയ്ത് റെഡി ആക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് 8 അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണ്. ആണോ? എന്താ വേദന? ഓ അത് ശരി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? നമുക്ക് ചാലഞ്ച് ഇവരോട് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ ഈ ചാലഞ്ച്? അതിപ്പോൾ ആശയം പേരെയും പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് തരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. മാനേജ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഓക്കെ, അതായത് ആശ മീര എന്ന് പറയുന്നത് ട്രാൻസ്ഷിപ്മെൻറ്റിലും ഇൻവോൾവ് ചെയ്ത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്തുള്ള വെസ്റ്റ് ഓപ്പറേറ്ററായിട്ടായിട്ടും ബാക്കിയുള്ള പ്രിൻസിപ്പളായിട്ടുള്ള ക്ലോസ് കോർഡിനേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിയാവുന്നതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഇവിടെ ഇവർക്ക് കിട്ടി എന്താണ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതുള്ളത്. പക്ഷേ നിങ്ങളിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആദ്യമായിട്ട് കാര്യം പറഞ്ഞു തരും. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തന്നെ വെസ്റ്റ് ഓപ്പറേറ്ററായിട്ടോ ആരൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ അവരായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായിരിക്കണം SPF. മറ്റേതൊക്കെ ലോക്കൽ ഫീഡേഴ്സൊക്കെ ആയിരിക്കും. അവർക്ക് പിന്നെ കാർഗോ കിട്ടിയില്ലെങ്കിൽ പണിയാവും. SPFിനൊക്കെ അതെ അതെ. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ റിസ്ക് വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യേണ്ട അവസ്ഥകൾ? അതിൻ്റെ പ്രത്യേകത നമ്മൾ റീഫറിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു കാര്യം പറഞ്ഞില്ല. ഈ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഫർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലഗ് ഇൻ ചാർജസ് ഉണ്ട് പോർട്ടിൽ. അറിയാലോ, ഒരു ദിവസം അവർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര ദറാംസ് വെച്ചിട്ട് 155 ദറാംസ് എങ്ങാണ്ട് ഒരു ദിവസം അല്ലേ, 20ക്ക് ചാർജ് വരും. അപ്പോൾ ആ ചാർജ് ഒഴിവാക്കാൻ വേണ്ടി പ്രിൻസിപ്പിൾ നമ്മളത് പ്രഷർ ചെയ്യും. റീഫർ വന്നിട്ടുണ്ടെങ്കിൽ കിടന്നു പോകാൻ പാടില്ല, ഇത്ര പെട്ടെന്ന് കയറ്റി വിടണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്ലാനിങ് അത്ര സ്ട്രിക്റ്റായിട്ട് പ്ലാൻ ചെയ്യും. ഇത് വെസൽ സെയിം ടൈമിൽ തന്നെ വെസൽ നോക്കും. അതനുസരിച്ച് ഡിസ്ചാർജ് ചെയ്ത് ഉടനെ തന്നെ കയറ്റി വിടാനുള്ള സെറ്റപ്പിലേക്ക് വരും. ഇപ്പോൾ എക്സ് വെസൽ എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് വെസലാണ്. അത് ഇങ്ങോട്ട് വരുന്ന ഇൻബൗണ്ട് വെസൽ വന്ന് ഡിലേ ആയി കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് സംഭവിക്കുക? ഔട്ട് ബൗണ്ട് വെസൽ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ സ്കിപ്പ് ആവാനുള്ള ചാൻസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു റിസ്ക് നമുക്ക് റീഫറിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ടെൻഷനാവും. ഒരു പ്ലാനിങ് മാറ്റണം, അങ്ങനത്തെ കുറച്ച്. പിന്നെ രണ്ടാമത് ബസ്സിൽ പ്ലാൻ ചെയ്ത് റെഡിയാക്കി എടുത്ത് അത് കയറ്റിവിടാൻ നോക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതാണ് ആ ഒരു റിസ്ക് വരുന്നത്. ITTക്ക് കോസ്റ്റ് ഉണ്ട്. ITT ചെയ്യാൻ ഇപ്പം എത്ര കോസ്റ്റ് ഉണ്ട്? മറ്റേ 155 കോസ്റ്റ് ഉണ്ട്. അപ്പോൾ കോസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രിൻസിപ്പിൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് സെയിം ടേമിൽ തന്നെ
പ്ലാൻ ചെയ്യാൻ പറയും, ലോഡ് വെസൽ പ്ലാൻ ചെയ്യാൻ പറയും. ഈ കേസിൽ അവർ പറയില്ല, ഇൻസിസ്റ്റ് ചെയ്യില്ല. കാര്യം അഡീഷണൽ പ്ലഗിൻ ചാർജും കൂടി വരികയാണ്. ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമായതുകൊണ്ട് അവരത് പറയില്ല. മറ്റത് ഒരു ട്രാൻസ്ഫർ, ഒരു ഒരൊറ്റ ഫീസ് മാത്രമേ ഉള്ളൂ. പ്ലഗ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ചാർജ് വന്നുകൊണ്ടിരിക്കുക. ITTക്ക് പ്രിൻസിപ്പളിൻ്റെ കൺഫർമേഷൻ എടുക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. പിന്നെ പൊതുവേ നമ്മുടെ ടീം വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായി? നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റിലെ ടീം വർക്ക്, അതുകൊണ്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? പിന്നെ വന്നത് കൃഷ്ണാനന്ദ്, അഖില്, എല്ലാവരും നല്ല കമ്പനിയാണ്. ട്രാൻസ്മിറ്റിൽ അങ്ങനെ ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാൻ പുറത്താണെങ്കിലും അഖിലിനെ വിളിക്കുമായിരുന്നു. ഇപ്പൊ അഖില് മാറി, അഖിലിനെ വിളിക്കുമായിരുന്നു. പിന്നെ സാരംഗ് വന്ന് അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഡിസ്ചാർജ് ടീമിന്റെ നല്ല സപ്പോർട്ടുമാണ് ഞങ്ങൾക്ക്, നമുക്ക്. എന്ത് ഇപ്പൊ അവർക്ക് ചിലത് അവർക്കേ മനസ്സിലാവും, ഈ വെസൽ എക്സ്പ്രസിൽ മാറിയതൊക്കെ. നമുക്ക് ജോബ് ഓൾറെഡി ഒരു വെസലിൽ വന്നിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് ഷട്ട് ഔട്ട് ആയി അവരെടുത്ത് അത് അറിയിക്കാം. പിന്നെ അവരുടെ കോർഡിനേഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും ഡിസ്ചാർജ് ടീമിന്റെ. അപ്പോൾ ഒരു ക്ലോസ് കോർഡിനേഷനിൽ ഫുൾ ടീം വർക്ക് ചെയ്താൽ മാത്രമാണ് മുന്നോട്ട് പോകുള്ളൂ. അവിടെ ഈഗോയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. മനസ്സിലായി? ഒരു വെസലിൽ ഇറങ്ങിയിട്ടല്ല നമുക്ക് ഇത് കയറ്റി വിടാൻ പറ്റും. എക്സ്പോർട്ട് ആകുമ്പോൾ ഒറ്റ വെസലിൽ മാത്രമേ യൂസ് ചെയ്യാൻ എന്തെങ്കിലും ചോദിക്കണ്ടോ നിങ്ങൾക്ക്? വിജയാൽ അടുത്ത മാസം പോവാണ്, പുറത്തേക്ക് പോവാം. പിന്നെ എത്ര പെട്ടെന്ന് നമ്മൾ കയറ്റി വിടണം, അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ അടുത്തൊരു ബാഡ് റിവ്യൂ വരും. നമുക്ക് കുറെ ഇങ്ങനെ കെട്ടിക്കിടന്നാൽ നമ്മളൊരിക്കലും ട്രാൻസ്ഷിപ്മെന്റ് ഞാൻ പറഞ്ഞില്ല, ഡിലേ ആക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അത് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ചെയ്യാൻ പറ്റും. ചില ടൈമില് നമ്മൾ കുറച്ച് ഒരു പ്രഷർ പോലെ വരും, അത്രേ ഉള്ളൂ. ഈ റീഫറൊക്കെ കണക്ട് ചെയ്യാൻ ബസ്സിൽ കിട്ടാൻ കുറച്ച് പണിയായിരിക്കും ചില ടൈമില്. മെയിനായിട്ട് ഈ ബഹ്റൈനിലൊക്കെ പോകും. ബഹ്റൈനിലൊക്കെ അത്യാവശ്യം ബസ്സിലുണ്ട്. അതായത് ലോഡ് ബസ്സിൽ ഡിലേ വരുമോ അല്ലെങ്കിൽ അവൈലബിലിറ്റി കുറയുന്ന ഷോർട്ടേജ് വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതലും പ്രഷർ വരിക. ഇപ്പം ബന്ദ്രവാസിലും ജബലി പോർട്ടിലും നല്ല ഈ വെതർ കൊണ്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. പോർട്ട് അടച്ചിട്ടില്ലായിരുന്നു. ഇതും ഒരു ഇഷ്യൂ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഫേസ് ചെയ്തിരുന്നു. ജബലലിയിൽ ഭയങ്കരമായിട്ട് കൺജഷൻ കയറി. അതായത് മറ്റേ പലസ്തീൻ വാർ വന്ന സമയത്ത് റെഡ് സീ പോർട്ടിൽ വെസൽ പോകാണ്ട് പോർട്ട് സ്കിപ്പ് ചെയ്ത് ജബലലി വഴി റൂട്ട് ചെയ്യുന്ന അവസ്ഥ വന്നു. അപ്പോൾ എല്ലാ ബസ്സിലും വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ബർത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്ലാനിങ് എല്ലാം കൂടെ പോയി. പ്ലാനിങ് ഒന്നും നടക്കാനില്ല. വിചാരിച്ച സമയത്ത് സാധനം ഇൻബൗണ്ട് ബസ്സിൽ വന്നില്ല, ഔട്ട് ബൗണ്ട് ബസ്സിലാണെങ്കിൽ തോന്നിയ സമയത്ത് കയറണം. അതായത് എപ്പോൾ ബർത്ത് കിട്ടണോ അപ്പോൾ വിളിച്ച് കയറ്റുകയാണ് വെസലിനെ. അതുകൊണ്ട് ഇന്ന ടൈം എന്നുള്ളതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ DP വേൾഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. DP വേൾഡിൽ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ കട്ട് ഓഫ് ഒന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. കട്ട് ഓഫ് ഒക്കെ തോന്നി പോലെ മാറുകയാണ്. ആ സമയത്ത് നല്ല സ്ട്രഗിൾ. ആ സമയത്ത് അഗ്നിയൊക്കെ സമയം അല്ലേ? ആണോ? ആണോ? ഓ ശരി. കണ്ണേർ കിടക്കും. ഇതൊക്കെ ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആണ്. പ്രിൻസിപ്പളിനെ അറിയാം. അതും പ്രിൻസിപ്പൾ വേർ ചെയ്യണം. കസ്റ്റമർ അറിയിക്കും. പക്ഷേ കസ്റ്റമർ കിട്ടില്ല. ഫ്ലൈറ്റ് ഓൾറെഡി കളക്ട് ചെയ്ത് പോയേക്കല്ലേ, റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ റിസ്ക്കാണ്. ഇതിൻ്റെ അകത്തുള്ള കാരിയേഴ്സിൻ്റെ റിസ്ക്കാണ്. അത് അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻസ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ആ സമയത്താണ് പ്രിൻസിപ്പിൾസ് നമ്മളുടെ വർക്കിനെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യണത്. നമ്മളുടെ കോർഡിനേഷനെയും കാര്യങ്ങളൊക്കെ കൂടുതൽ ഡിപ്പെൻഡ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു റീഫറിൻ്റെ കേസ്, ഇപ്പോൾ ഇജ്രായിലാണ് ആ ഒരു ഓൺബോർഡ് റീഫർ കംപ്ലൈൻ്റ് ആയിട്ട് ബസ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ക്ലോസ് കോർഡിനേഷൻ, ബസ് ഓപ്പറേറ്ററും പ്രിൻസിപ്പളും അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് എടുക്കുക. പ്രിൻസിപ്പൾക്ക് ബസ് ഓപ്പറേറ്റർ ഡയറക്റ്റ് കോർഡിനേഷൻ ഇല്ല. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എടുക്കുക, പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, അവരനുസരിച്ച് ഇൻസ്ട്രക്ഷൻ തരും, അതനുസരിച്ച് ബസ് ഓപ്പറേറ്റർ കൊടുക്കുക. ഈ പറഞ്ഞ സംഭവം ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വന്നുപെടും. ആ സമയത്ത് നമ്മൾ എത്രമാത്രം ആക്റ്റീവായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നു, ആ സമയത്താണ് നമ്മളുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ അവസരം നമുക്ക് കിട്ടുക. മനസ്സിലായോ? സിറ്റുവേഷൻ
റീഫറും ഡീജിയും തന്നെയാണ് മതി. റീഫർ എപ്പോഴും കേടായിരിക്കും. കേടാകുമ്പോ ബോട്ടിന് മെയിൽ വരും. കൺഫർമേഷൻ എടുക്കണം. ചിലപ്പോ പ്രിൻസിപ്പൾ പറയും അങ്ങനെ തന്നെ ലോഡ് ചെയ്ത് കിട്ടുമെന്ന്. ചിലപ്പോ റിപ്പയർ ചെയ്യാൻ പറയും. റിപ്പയർ ചെയ്യണമെങ്കിൽ അതിന്റെ ചാർജസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ കൺഫർമേഷൻ എടുക്കണം. റീഫർ വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. റീഫറിന്റെ ഹാൻഡ്ലിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓൺ ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. മറ്റത് നമുക്ക് പോർട്ട് റിക്വസ്റ്റ് ചെയ്യും, അവർ അറേഞ്ച് ചെയ്യാം. ടെക്നീഷ്യൻ എല്ലാം അവർ അറേഞ്ച് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല അല്ലേ? ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇവിടുത്തെ ട്രാൻസ്ഷിപ്മെന്റിന്റെ ഒരു ലൈവ് എക്സ്പീരിയൻസ് എന്താന്നുള്ളത്. അപ്പൊ ഞാൻ കറക്റ്റ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ നിങ്ങളുടെ വാലിഡേഷൻസും ആക്യുറസിയും അറ്റൻഷനും ഡീറ്റെയിലും ഇത് കറക്റ്റാണ്. സിസ്റ്റത്തിൽ കയറുന്ന ഡാറ്റ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കമ്മ്യൂണിക്കേഷൻ സൈഡ് മാത്രമേ ഉള്ളൂ. ആണല്ലേ? ആ അജയ് അതായത് ഇതിൻ്റെ അകത്ത് വെസലിൻ്റെ കട്ട് ഓഫ് ചെക്ക് ചെയ്യണത് വെസലിൻ്റെ അറൈവല് എവരി ഡേ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യും. DP നോക്കിയിട്ട് ഓരോ വെസലിൻ്റെയും ഇത് അപ്ഡേറ്റ് ചെയ്യും. ഞാനിത് കുറച്ചും കൂടി ഈസിയായി കൊടുത്തിട്ടുണ്ട്, ഒറ്റയടിക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. പക്ഷെ എന്നാലും അപ്ഡേറ്റ് ചെയ്യണം. വെസൽ ചെക്ക് ചെയ്തിട്ട് ET അപ്ഡേറ്റ് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ പ്ലാനിങ്, ഡിസ്ചാർജ് ആയാലും ലോഡിങ് ആയാലും നടക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രോപ്പർ ടീം വർക്കാണ്. ശരിയാവുള്ളൂ. ആ ഇടർ അയക്കുമ്പോഴും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ ഒരു ഡെസ്ക് ഇരിക്കുന്ന ആളാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒരാൾ എടുക്കുകയെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ആ ഒരു ഡെസ്കിലേക്കായിരിക്കും ആൾ പോവുക. ഇയാൾ പോയിട്ട് ഇയാളിൻ്റെ പൊസിഷനിലേക്ക് വരും. മനസ്സിലായോ? അങ്ങനെയാണ് അത് വർക്ക് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കണ്ട ഇയാളടുത്ത്? ഒന്നും ചോദിക്കാനില്ല വർക്കിനെ പറ്റി? ലൈവ് എക്സ്പീരിയൻസ് അതിൽ പിന്നെ അത് ഓർഗനൈസ് ചെയ്യാൻ പഠിച്ചു. ഞാൻ പറഞ്ഞില്ലേ, പ്ലാനിങ് പിന്നെ നമുക്ക് മനസ്സിലാവും കട്ട് ഓഫ് നാളെ ഫയൽ ചെയ്താൽ മതി, നാളെ വരെ വെയിറ്റ് ചെയ്യാം. മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് ടെൻഷൻ ആയിരിക്കും. ആ ടെൻഷൻ ഉള്ളവരാണ് വിജയിക്കുള്ളൂ. അല്ലാത്തവർ ഈസി ഗോയിങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ്. അയാളൊക്കെ മിക്കവാറും ഈ ഒരു ലെവലിലേക്കൊന്നും വരില്ല. ആ അതെ അതെ അതെ. ഈ ഇജിരാരി കയറുന്നത് ട്രാൻസ്ഷിപ്മെൻറ്റ് അതൊരു വേറൊരു